ബിഗ് സല്യൂട്ട്. ഇന്ത്യൻ സേനയ്ക്ക് ബിഗ് സല്യൂട്ട്. രാജ്യം ഒന്നടങ്കം പറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ I salute the bravery of Indian Air Force pilots who have made us proud by striking terror targets in Pakistan. അത് തന്നെയാണ് രാജ്യത്തെ ഓരോ സാധാരണക്കാരായ പൗരനും ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കാണാത്ത ശക്തമായ കനത്ത തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ്. വലിയൊരു കനത്ത പ്രഹരമാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ സൈനിക അഭ്യാസത്തിലൂടെ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വ്യോമാതിർത്തി ലംഘിച്ച പാക് ഭീകരരുടെ ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതുവരെ കാണാത്ത വലിയൊരു ദുസ്വപ്നമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുലർച്ചെ 3:30 12 മിറാഷ് 2000 വിമാനങ്ങളാണ് ആക്രമണം നടത്തിയതെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. 1000 കിലോ ലേസർ നിയന്ത്രിത ബോംബുകളാണ് ഇന്ത്യ വർഷിച്ചതെന്നും റിപ്പോർട്ടുകൾ വരുമ്പോൾ എത്രത്തോളം കൃത്യമായ ആസൂത്രണം ഇന്ത്യക്കുണ്ട്, ഇന്ത്യ എത്ര വലിയ സൈനിക ശക്തിയാണ് എന്ന് ലോകത്തെ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം നിയന്ത്രണ രേഖ കടന്ന് മുസാഫർബാദ് മേഖലയിൽ എത്തിയെന്ന ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയതെന്നും ലോകമൊന്നും ചെവിക്കൊള്ളുന്നില്ല. കാരണം ഇന്ത്യ നടത്തിയ ഇതുവരെ കാണാത്ത ഒരു പ്രതിരോധമായ മൂവ്, ആ ഒരു സൈനിക നീക്കം, അത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. എന്നാൽ പാകിസ്ഥാന്റെ അവകാശവാദം മറുപടി അർഹിക്കുന്നില്ലെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് പാകിസ്ഥാൻ പറയുന്നതിന് ആരും ചെവി കൊടുക്കാനില്ല. ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കും, ഇനിയും മുന്നോട്ട് പോകും. അതേസമയം ബാൽകോട്ട് മേഖലയിലെ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടന താവളം ലക്ഷ്യമിട്ട് പോർവിമാനങ്ങൾ പോയതെന്ന ഉന്നത സൈനിക വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഭീകരവാദികളെ പാകിസ്ഥാൻ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പലതവണ പാടില്ല എന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവർത്തിച്ചിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ പുൽവാമയിൽ നിരവധി ജവാന്മാരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പാകിസ്ഥാൻ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ പ്രതികരിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞു കാണുമല്ലോ, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. സിംല കരാറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ വ്യോമാതിർത്തി കടന്ന പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് നേരത്തെ സിംല കരാർ ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ തന്നെ പറഞ്ഞതൊക്കെ പലപ്പോഴായി മറന്നിരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷമാണ് പാക് തീവ്രവാദി കേന്ദ്രത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തുന്നത് എന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തപ്പോൾ ഇന്ത്യ ആവർത്തിച്ചിരുന്നു, പാകിസ്ഥാനോട് ഒരു തരത്തിലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കരുത്, അത്തരത്തിൽ ഭീകര താവളങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നൊക്കെ. പക്ഷേ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നത് പാക് അതിർത്തിയിലുള്ള ഭീകരവാദ ക്യാമ്പുകൾ ഏറ്റെടുത്തു, മദ്രസകളടക്കം ഏറ്റെടുത്തു. പക്ഷെ പിന്നീട് അടുത്ത ദിവസം തന്നെ മലക്കം പറഞ്ഞ പാകിസ്ഥാനെയും ലോകം കണ്ടു. അങ്ങനെ ഒരു ക്യാമ്പ് ഏറ്റെടുത്തിട്ടില്ല. അവിടെയുള്ള മദ്രസയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇടപെടാമെന്നുള്ള ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഒരു വലിയൊരു നീക്കം, അതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിംല കരാറിന് ശേഷം ആദ്യമായി ഇന്ത്യക്ക് അതിർത്തി കടന്ന് ആക്രമണം നടത്തേണ്ടി വരുന്നതും ജെയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ പാലുകൊടുത്തു വളർത്തുന്നു എന്നുള്ള സൂചനകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ ട്വിറ്ററിൽ ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിച്ചെങ്കിലും ഇന്ത്യൻ സൈനിക മേധാവികൾ പറഞ്ഞത് അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയെ തുടർന്ന് ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയിലാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ വെടിവെപ്പ് നടക്കുന്നുണ്ടെന്നും വിവരങ്ങളുണ്ട്. ഇന്ത്യ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയുടെ സമീപത്ത് വച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ വെടിവെപ്പ് നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഗ്രാമങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പാക് അധീന കശ്മീരിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന ഗ്രാമങ്ങൾ പാകിസ്ഥാനും ഒഴിപ്പിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഈ വലിയ ആക്രമണം, അതായത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എങ്ങനെയും വേരോടെ പിഴുതെറിയുമെന്നുള്ള ഇന്ത്യയുടെ ശക്തമായ നിലപാട്, ആ നിലപാടിനെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പ്രശംസിക്കുക തന്നെയാണ്. കാരണം നേരത്തെ തന്നെ UN ഈ കാര്യത്തിൽ അനുകൂല നിലപാട് ഇന്ത്യക്കൊപ്പം സ്വീകരിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാനെ കൂട്ടും. അങ്ങനെ തന്നെയായി ഇപ്പോൾ കാര്യങ്ങൾ. ഏതായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. എങ്ങനെയായിരിക്കും ഇന്ത്യ ഇനി മുന്നോട്ട് പോവുക, പാകിസ്ഥാനി നീക്കങ്ങളെ എങ്ങനെ കാണും?